ഹലോ ഗൈസ്ല. അങ്ങനെ നമ്മുടെ അലീനയുടെ കാര്യത്തിൽ വീട്ടിനുള്ളിൽ കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആയി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ വീട്ടിലുള്ള എല്ലാവരും കാര്യങ്ങൾ ഒന്ന് ശരിയാക്കാനും അലീനയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുമുള്ള ശ്രമത്തിലാണ്. പക്ഷേ നമ്മുടെ അലീന വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. താൻ പറയുന്ന ചില കാര്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ ഇവിടെ തുടരാൻ തയ്യാറാകൂ എന്ന രീതിയിലാണ് അലീന സംസാരിക്കുന്നത്. ഇതിനിടയിൽ സ്റ്റാൻലിയോട് അപ്പൻ തന്നെ പറയുന്നുണ്ട്, അലീന പറയുന്ന കാര്യങ്ങൾ വെറുതെ തമാശയായി കാണരുതെന്നും അവൾ പറയുന്നത് സീരിയസ് ആയി തന്നെ എടുക്കണമെന്നുമാണ്. പിന്നീട് അപ്പനും മോനും കൂടി അലീനയുടെ അടുത്തെത്തി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് പൗലോസിന്റെ മറ്റൊരു സംഭവം കൂടി നടക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ വരുന്ന ആ പെൺകുട്ടി ജോലി കഴിഞ്ഞ് തിരികെ പോകുമ്പോൾ പൗലോസ് വീണ്ടും ഒരു കിറ്റിൽ കുറച്ച് സാധനങ്ങൾ നിറച്ചു കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ അലീന ഇടപെടുകയും ആ കിറ്റ് അവിടെ തന്നെ തിരികെ വയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ പൗലോസ് അതിന് സമ്മതിക്കുന്നില്ല. ഇതിൽ നീ ഇടപെടേണ്ട, ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന രീതിയിൽ പൗലോസ് മറുപടി പറയുന്നതോടെ ഇരുവരും തമ്മിൽ ചെറിയൊരു വാക്കുതർക്കവും ഉണ്ടാകുന്നു. പക്ഷേ അലീനയും പിന്നോട്ടു പോകുന്നില്ല. ഇവിടെ താൻ പറയുന്നതുപോലെ കാര്യങ്ങൾ നടക്കണം എന്ന നിലപാടിലാണ് അലീന. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടാണ് അവൾ പൗലോസിനോട് സംസാരിക്കുന്നത്. പിന്നീട് അലീനയുടെ അച്ഛനും മുത്തശ്ശനും കൂടി അവളുടെ അടുത്തെത്തി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോഴും അലീന തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ തുടരുകയുള്ളൂ എന്ന നിലപാടാണ് അലീന വ്യക്തമാക്കുന്നത്. ഇതോടെ കാര്യങ്ങൾ കൂടുതൽ സീരിയസ് ആകുകയാണ്. അതിനിടെ സ്റ്റാൻലിയുടെ അച്ഛനും വളരെ കട്ടായി തന്നെ സംസാരിക്കുന്നുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ അലീനയ്ക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്ന സൂചനയും അദ്ദേഹം നൽകുന്നുണ്ട്. അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ്? അലീന തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമോ? അതോ അപ്പനും മോളും തമ്മിലുള്ള പ്രശ്നം വീണ്ടും വലിയൊരു വഴക്കിലേക്ക് പോകുമോ? കാര്യങ്ങൾ ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. ഇത്തരം പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ഗുഡ് ബൈ.